അഭിലാഷ് ഡേവിഡ് ആരാണ്? പോലീസ് സൈറ്റിൽ ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ നടപടി നേരിട്ടയാളാണ്. 2023 ജനുവരി 20 സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടയാളെന്ന് ഷാഫി പറമ്പിൽ പറയുകയാണ്. പിരിച്ചുവിടുമ്പോൾ റെയിൽവേയിൽ ഇയാൾ ഇൻസ്പെക്ടറാണ്. ലൈംഗിക പീഡന കേസിലും ഗുണ്ടാബന്ധത്തിലും ഉൾപ്പെട്ടയാളെന്നാണ് ആരോപണം. കൃത്യവിലോപത്തിനും നടപടി നേരിട്ടിട്ടുണ്ട്. നിലവിൽ വടകര കൺട്രോൾ റൂം CI ആയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ ആരോപണങ്ങൾ പക്ഷേ നിഷേധിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. തനിക്ക് സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായിരുന്നെന്നാണ് അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ റിപ്പോർട്ടോട് പറഞ്ഞിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്തവർ തന്നെ തിരിച്ചെടുത്തു എന്നും പറയുന്നു. സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടിട്ടില്ല. കറുത്ത ഹെൽമറ്റ് ഉള്ളയാളാണ് അടിക്കുന്നത്. തനിക്കുള്ളത് കാക്കി ഹെൽമറ്റ് ആണെന്നും അഭിലാഷ് പറയുന്നു. സാറേ, ഞാൻ വിളിച്ചത് ഇന്ന് ഷാഫി പറമ്പിൽ MP ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അതില് സാറിനെതിരെയാണ് പുള്ളി ഒരു ആരോപണം ഉന്നയിച്ചത്. അതായത് സാറ് ഒരു കേസുമായി ബന്ധപ്പെട്ട് സാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതാണ്. എന്നിട്ട് സാർ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തതല്ലേ? അതെ, അത് കഴിഞ്ഞിട്ട് സാർ എങ്ങനെയാണ് സർവീസിൽ തിരികെ കയറിയത് എന്നാണ് പുള്ളി ചോദിക്കുന്നത്. സാറാണ് അത് ചോദിക്കണം. എന്റെ എന്നെ സസ്പെൻഡ് ചെയ്തവർ തിരിച്ചെടുത്തു. അതെ, സസ്പെൻഷൻ ആണോ സാറേ അത് ഡിസ്മിസലാണോ ഉണ്ടായത്? സസ്പെൻഷൻ. ഡിസ്മിസൽ ഉണ്ടായിട്ടില്ല. അല്ലല്ല, ഞങ്ങളെ 3 പേരെ സസ്പെൻഡ് ചെയ്യുള്ളൂ. ആഹാ, അത് ശരി. സാറേ, വേറെ കാര്യം പുള്ളി MP പറഞ്ഞത് സാറാണ് ഈ പേരാമ്പ്രയിൽ നടന്ന സംഭവത്തിൽ പുള്ളിയെ മർദ്ദിച്ചത് എന്നാണ്, വടി ഉപയോഗിച്ചിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാ ഒരു കറുത്ത ഹെൽമെറ്റ് വെച്ചവനാണ് അടിക്കുന്നത്. എന്റെ ഒരു കാക്കി ഹെൽമെറ്റ് ആണ്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്റ്റില്ലുണ്ട്, അതിലും കാക്കി ഹെൽമെറ്റ് ആണ്. അടിക്കുന്നത് കറുത്ത ഹെൽമെറ്റ് വെച്ച ഒരാള്. ഇതിൽ ഷാഫി പറമ്പിലിന്റെ മറുപടി കൂടി കേൾക്കാം. കാക്കി ഹെൽമെറ്റിന്റെ വിഷയം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. പുള്ളി തന്നെ അത് പറഞ്ഞത് നന്നായി. ഒരു സെക്കൻഡ് ഇപ്പൊ കാണിച്ചു തരാം. അത് മാത്രമല്ല, പോലീസ് FIR പറയുന്നുണ്ടല്ലോ ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അല്ല, അദ്ദേഹം കാക്കി ഹെൽമെറ്റിനെ പറ്റി പറഞ്ഞതിന് അല്ലല്ല, അതും കാണിച്ചു തരാം. അതും കാണിച്ചു തരാം. അത് പുള്ളി കണ്ടിട്ടില്ലല്ലോ. നോക്കി, ഇതാ കാക്കി ഹെൽമെറ്റ്. പുള്ളി പറഞ്ഞത് സത്യമാണ്. അത് സ്ഥിരീകരിച്ചതിന് പുള്ളിക്ക് ഒരു നന്ദി കൂടെ അറിയിക്കുന്നു. പുള്ളി അടിക്കുന്നതിന്റെ വിഷ്വൽ നിങ്ങളുടെ ഫോണിലുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത് അങ്ങനെ ആക്കണമെങ്കിൽ പ്രഥമ പട്ടികയിൽ പറയുന്നുണ്ട് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ്. പിന്നെ ഇതിന്റെ കാര്യത്തിലും ഇത് നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ടാവുന്ന അപകടമല്ല. ഇതേപോലെ നിങ്ങൾ ചെയ്യാനായിരുന്നു. ഇത് മുഖത്ത് വന്നിട്ട് ഗ്രനേഡ് ടിയർ ഗ്യാസ് പൊട്ടുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ആളാണ്. എന്നെക്കാളും ഉയരക്കൂടുതലുണ്ടായിരുന്ന എന്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ഒരാള്. അപ്പൊ ഈ ഗ്രനേഡ് ഇവർ എവിടുക്ക എറിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ അതിനകത്തൊന്നും ഒരു വീഴ്ചയില്ലെങ്കിൽ രാവിലെ 7 മണി മുതൽ പറയുന്ന സമയത്ത് ഇത് എറിയാൻ 16-ാം തീയതി എല്ലാവരും. ശരി, അഭിലാഷ് ഡേവിഡിന്റെ പ്രതികരണം നിഷേധിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ സഹിതമാണിപ്പോൾ ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരിക്കുന്നത്. VS രഞ്ജിത്തും അഭിജിത്ത് മുഴക്കുന്നുമുണ്ട്. രഞ്ജിത്തിലേക്ക് ആദ്യം. രഞ്ജിത്ത്, വളരെ ദീർഘമായ വാർത്താ സമ്മേളനമാണല്ലോ ഷാഫി പറമ്പിൽ MP നടത്തിയത്. അതിൽ കൃത്യമായ ദൃശ്യങ്ങൾ തെളിവുകളായി കൊണ്ടുവരുന്നു. ഇതുവരെ ഞങ്ങളടക്കമുള്ളവരുടെ മൊഴിയെടുത്തിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. ഏകപക്ഷീയമായി പോലീസ് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചതാണ്. കാരണം ആദ്യം പോലീസ് ലാത്തിചാർജ് ഉണ്ടായില്ല എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പിന്നീട് ചിലർ അത് നടത്തി എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വായടയ്ക്കുന്നു. പിന്നെ ഒരു പ്രതികരണവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കാക്കി തൊപ്പി ധരിച്ച ആളാണ് ഇപ്പോൾ മർദ്ദിച്ചത് എന്ന് അഭിലാഷ് തന്നെ പറയുകയാണ്. അഭിലാഷിൻ്റേത് കാക്കി തൊപ്പിയാണ് എന്നുള്ള കാര്യം, ഹെൽമെറ്റാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ദൃശ്യങ്ങൾ സഹിതം ഷാഫി പറമ്പിലും പറയുന്നു. അപ്പോൾ ഇതിൽ രണ്ടുപേരും പറയുന്നത് തമ്മിൽ ഒരു ഏറ്റുമുട്ടലില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ. സ്മൃതി, തീർച്ചയായിട്ടും CPM-ന്റെയും പോലീസിന്റെയും ആരോപണങ്ങളെ വളരെ ദീർഘമായ വാർത്താ സമ്മേളനത്തിലൂടെ കുറെ വീഡിയോ ക്ലിപ്പുകൾ, ദൃശ്യങ്ങൾ, തെളിവുകളായി നിരത്തിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ അതിനെ പ്രതിരോധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ ബോധപൂർവം ഷാഫിയെ മൂക്കിനും തലയ്ക്കും ഒക്കെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. 3 തവണ ലാത്തി കൊണ്ട് മർദ്ദിക്കുന്നുണ്ട്. ആ 3 തവണ മർദ്ദിക്കുമ്പോൾ 3-ാം തവണ ഷാഫി പിന്നോട്ട് മാറുന്ന സമയത്ത് ആ 3-ാം തവണയും ഷാഫി മാറിയ ദിക്കിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ
ഉദ്യോഗസ്ഥൻ വളരെ ബോധപൂർവം അടിക്കുന്നുണ്ട്. ആ അടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രം പുറത്തുവിടുകയും അത് ആരാണ് എന്ന് ഷാഫി ഫോട്ടോ സഹിതം പറയുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിരിച്ചുവിടപ്പെട്ടു എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്ത അഭിലാഷ് ഡേവിഡാണ് വടകര കൺട്രോൾ റൂം സി ഇരിക്കുകയും അദ്ദേഹമാണ് ഈ സംഘർഷത്തിൽ ഷാഫിയെ മർദ്ദിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് അഭിലാഷ് ഡേവിഡ് സസ്പെൻഷനിലാവുകയും പിന്നീട് പിരിച്ചുവിടപ്പെട്ടു എന്ന് വാർത്ത വരികയും എന്നാൽ പിരിച്ചുവിടപ്പെട്ടതിൻ്റെ ഒരു രേഖയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തിരിച്ച് സർവീസിലെത്തുന്നു. അദ്ദേഹത്തെ പോലെ ഒരാളെ അഭിലാഷ് ഡേവിഡിനെ തിരികെ സർവീസിലേക്ക് കൊണ്ടുവന്നത് CPM ആണ് എന്നും CPMന്റെ വഞ്ചൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിരന്തരം സന്ദർശകനായിരുന്ന അഭിലാഷ് ഡേവിഡിന് CPMുമായി അടുത്ത ബന്ധമുണ്ട് എന്നും ആ ബന്ധം വെച്ചുകൊണ്ട് അദ്ദേഹം സർവീസിൽ തിരിച്ചു കയറിയെന്നും അങ്ങനെ തിരിച്ചു കയറിയ അഭിലാഷ് ഡേവിഡ് CPMന് വേണ്ടി എന്ത് ഗുണ്ടാപ്പണിയും ചെയ്യുന്ന വ്യക്തിയാണ് എന്നും അതിൻ്റെ പേരിലാണ് പേരാമ്പ്രയിൽ സംഘർഷമുണ്ടാക്കിയത് എന്നുമാണ് തെളിവുകൾ സഹിതം, അതായത് വീഡിയോ ദൃശ്യങ്ങൾ സഹിതം ഷാഫി പറമ്പിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയാൻ ശ്രമിച്ചത്. മാത്രവുമല്ല ഷാഫി പറമ്പിൽ ആ രംഗത്തേക്ക് ഷാഫി പേരാമ്പ്രയിലെ രംഗത്തേക്ക് വന്നിറങ്ങുകയും അവിടെ സമാധാനത്തിനുള്ള ശ്രമം, അനുനയത്തിനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത്. ആ അനുനയ നീക്കം നടത്തുന്ന ഷാഫി പറമ്പിലിന് നേരെ മർദ്ദനം അഴിച്ചുവിട്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ലാത്തി വീശുന്നുണ്ട്. മാത്രമല്ല DYSP അവിടെ ഒരു കൈയിൽ ഗ്രനേഡും മറുകൈയിൽ ലാത്തിയുമായി നിൽക്കുന്ന ചിത്രവും അദ്ദേഹം പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഗ്രനേഡ് ഉപയോഗിച്ചതും ലാത്തിച്ചാർജ് നടത്തിയതും ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചതുമൊക്കെ പോലീസുകാരാണ്. അവിടെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. ഇത് പോലീസ് ചെയ്തതല്ല. പോലീസിന്റെ ഭാഗത്ത് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് അത് CPMന്റെ നിർദ്ദേശപ്രകാരമാണ്. ശബരിമല പോലുള്ള വലിയ വിഷയങ്ങൾ സർക്കാരിനെതിരെ നിൽക്കുമ്പോൾ ആ ശബരിമല പോലുള്ള സ്വർണ്ണക്കൊള്ള അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി CPM പേരാമ്പ്രയിൽ ഒരു സംഘർഷമുണ്ടാക്കി. ആ സംഘർഷം പോലീസിനെ കൊണ്ടുണ്ടാക്കി. ആ പോലീസിൽ തന്നെ ചില ക്രിമിനലുകൾ, അഭിലാഷ് ഡേവിഡിനെ പോലുള്ള ആളുകൾ അതിന് നേതൃത്വം കൊടുത്തു. അതിന് അഭിലാഷ് ഡേവിഡിനെ തിരിച്ചെടുത്ത് ഉൾപ്പെടെയുള്ള പ്രത്യുപകാരങ്ങൾ CPM ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്തരം ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തതിന് പ്രത്യുപകാരമായി അഭിലാഷ് ഡേവിഡ് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയാൻ ശ്രമിച്ചത്. ഈ കള്ള പ്രചരണങ്ങൾ കൊണ്ട് ഒരു കേസും എടുക്കാതിരിക്കുന്ന, പോലീസിനെതിരെ ഒരു കേസും എടുക്കാതിരിക്കുകയും പോലീസിനെതിരെ ഒരു നടപടിയും എടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അത് വെച്ചു പൊറുപ്പിക്കില്ല. നിയമപരമായി രാഷ്ട്രീയമായി അതിനെ നേരിടും. ഇപ്പോൾ പുറത്തു കൊണ്ടുവന്ന എല്ലാ തെളിവുകളും പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറും. പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ നിയമപോരാട്ടം തുടരും എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുള്ളത്. ശരി രഞ്ജിത്ത്, ഞാൻ വരാം അഭിജിത്ത് മുഴക്കുന്നിലേക്ക്. അഭിജിത്ത്, ഇപ്പോൾ ഈ അഭിലാഷ് ഡേവിഡിനോട് സംസാരിച്ചല്ലോ. അപ്പോൾ തനിക്ക് സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട് 2023 എന്ന കാര്യം ഇയാൾ സമ്മതിക്കുന്നുണ്ട്. ഡിസ്മിസൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ ബോധപൂർവം പത്രത്തിൽ ആ വാർത്ത നൽകിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നത്. ഒരാളെ പോലീസ് സേനയിൽ നിന്ന് നീക്കാതെ അയാളെ നീക്കി എന്നൊരു വാർത്ത ബോധപൂർവം നൽകിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത്? അങ്ങനെയെങ്കിൽ അതിലൊരു വ്യക്തത ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് നൽകുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, താനല്ല മർദ്ദിച്ചത്, കാക്കി ഹെൽമറ്റ് ധരിച്ചയാളെന്ന് പറയുമ്പോൾ മറ്റു പോലീസുകാരനെ ചൂണ്ടുകയാണ്. അങ്ങനെയെങ്കിൽ ആ പോലീസുകാരന്റെ പേര് പറയുന്നുണ്ടോ? സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷാഫി പറമ്പിൽ MP ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഈ കൺട്രോൾ റൂം CI ആയ അഭിലാഷ് ഡേവിഡ് തള്ളുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹത്തിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ള ആരോപണമാണ്. താനെ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ ഉണ്ടായിരുന്നത്. അതിൽ താനും ഭാഗമായിരുന്നു. തനിക്ക് സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ഇദ്ദേഹം വാദിക്കുന്നു. അതായത് തന്നെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഘട്ടത്തിൽ ആ സമയത്ത് വന്ന വാർത്തകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഷാഫി പറമ്പിൽ MP ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ള വാദം ഉയർത്തിയത്. അത് ഇദ്ദേഹം നിഷേധിക്കുകയാണ്. തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല, തനിക്ക് സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. സസ്പെൻഡ് ചെയ്തവർ തന്നെ തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ നവംബറിൽ താൻ ഡ്യൂട്ടിയിലേക്ക് തിരികെ കയറി. പിന്നീട് വടകര കൺട്രോൾ റൂം CI ആയി നിലവിൽ ജോലി ചെയ്യുകയാണ്. മാത്രമല്ല, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അഭിലാഷ് ഡേവിഡ് പറയുന്നത് ഈ സംഘർഷം നടന്ന സമയത്ത് തനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ആ ഭാഗത്തായിരുന്നില്ല, മറിച്ച് ബസ് സ്റ്റാൻഡിന് സമീപത്താണ് തനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ഈ സംഘർഷ സ്ഥലത്ത് DYSP ഉൾപ്പെടെയുള്ളവരുണ്ട്. താൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു കറുത്ത ഹെൽമറ്റ് ധരിച്ചയാൾ അടിക്കുന്നതാണ്. തനിക്ക് കറുത്ത ഹെൽമറ്റ്
ഹെൽമെറ്റ് ആയിരുന്നില്ല, കാക്കി ഹെൽമെറ്റാണ് താൻ ധരിച്ചിരുന്നത് എന്നാണ് ഇദ്ദേഹം നിലവിൽ ഇപ്പോൾ വാദിക്കുന്നത്. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കൂടി ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പി കാണിച്ചിട്ടുണ്ട്. അതായത് കാക്കി ഹെൽമെറ്റ് ഇട്ടയാൾ തന്നെയാണ് തന്നെ മർദ്ദിക്കുന്നത് എന്ന ഒരു വീഡിയോ കൂടി ഷാഫി പറമ്പിൽ എം പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ സ്വാഭാവികമായും അവിടെ പൊളിയുന്നത് നമുക്ക് ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വായിക്കാം. പക്ഷേ ഏതായാലും തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഈ അഭിലാഷ് ഡേവിഡ് എന്ന വടകര കൺട്രോൾ റൂം CI നിഷേധിക്കുന്നുണ്ട്. തന്നെ പിരിച്ചുവിട്ടിട്ടില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. തനിക്ക് സസ്പെൻഷൻ ആയിരുന്നു, അതിനുശേഷം സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ സസ്പെൻഷൻ ശേഷം താൻ തിരികെ ഡ്യൂട്ടിയിൽ കയറി. തനിക്ക് വടകര കൺട്രോൾ റൂം CI ആയാണ് പിന്നീട് ജോലിയിൽ പ്രവേശിച്ചത്. അതിനുശേഷം താൻ ഈ സംഘർഷ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വാദിക്കുന്നു. ബസ് സ്റ്റാൻഡിന് സമീപത്താണ് താൻ ഉണ്ടായിരുന്നത്, തനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാദം. സ്മൃതി.